ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഓട്സ് ഓംപ്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓട്സ് ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടി ഇതാ 1/4 കപ്പ് പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ പാലട്ടാ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓട്സ് എല്ലാം നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്സ് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/4 കപ്പ് നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വട്ടത്തിൽ അരിഞ്ഞിട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരു കളഞ്ഞെടുത്തതിന് ശേഷം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അതല്ല രണ്ടും കുറച്ച് കുറച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പച്ചമുളകും പിന്നെ എന്താ പറയുക കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് നെയ്ത ഇതുപോലൊന്ന് സ്പൂണ് വെച്ചിട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. എന്താ വെച്ചാൽ ഓട്സ് ആയതുകൊണ്ട് ഇതിങ്ങനെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതല്ലെങ്കിൽ ഓട്സ് ഒന്ന് വെന്ത് കിട്ടൂല കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടിപ്പോകാതെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഇവിടെ പൊട്ടാതെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 2 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ഓംപ്ലേറ്റ് ഇതിവിടെ തയ്യാറായി. ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഓട്സ് ഓംപ്ലേറ്റ് ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.